എന്താണ്ട് കണ്ടോ, സൗദി അറേബ്യയിലും നമ്മുടെ നാട്ടിലെ പോലെ കരണ്ട് കട്ടുണ്ടോ? ഏതായാലും കരണ്ട് പോയി. നമ്മൾ അങ്ങനെ കപ്സ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പൊ മെഴുകുതിരിയൊക്കെ അല്പം സ്റ്റോക്ക് ഉണ്ട്. കാരണം ഈയിടയിലായിട്ട് കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ കരണ്ട് വന്നു. ഇപ്പൊ നമ്മൾ വേണ്ട ചിക്കൻ ആദ്യം ഒന്ന് സെറ്റ് ആക്കണം. കാലൊക്കെ കണ്ടോ, എനിക്ക് ഓടിപ്പോകാതിരിക്കാനായിട്ട് കെട്ടിയാണ് അവരെ സൗദി അറേബ്യയിൽ നമുക്ക് ചിക്കനൊക്കെ കിട്ടുന്നത്. എനിക്ക് വയ്യ, മെത്തേലാ കിടത്തിയേക്കുന്നത്. നമസ്കാരം, നമ്മുടെ വീക്കെൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. വരിവരിയായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. നമ്മുടെ പുതിയ അതിഥിക്ക് യൂണിഫോം മേടിക്കാനായിട്ടുള്ള പരക്കം പാച്ചലിനാണ് ഞങ്ങൾ. അങ്ങനെ അറബി അറിയാൻ വയ്യാത്ത നമ്മുടെ ചങ്ങാതി ഇവിടെ വന്ന് പണ്ട് പെട്ടത് ഉറുദുക്കാരുടെ അടുത്താണ്. അത് കേട്ടോണം ഇപ്പം ഹിന്ദി തകർക്കുന്നത്. യൂണിഫോം തിരക്കി വന്നപ്പം നല്ല മണം. അങ്ങനെ വേണ്ട അത്തറ് കറങ്ങി അടിച്ച് നടന്ന് കുറച്ചേറെ സാധനങ്ങളൊക്കെ. അപ്പം നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ചിക്കനും ഒക്കെ വാങ്ങി വന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താ അറിയാം? ചിക്കൻ മന്തി. അപ്പൊ ഇന്ന് ചിക്കൻ മന്തി. അപ്പൊ എന്താണ് നമ്മള് ചിക്കനൊക്കെ പീസാക്കി ഇനി കഴുകുന്ന പണികൾ. അപ്പൊ നമ്മുടെ ചാർക്കോൾ ഏകദേശം ഒക്കെ കത്തി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇട്ട നല്ല ഈന്തപ്പഴം അച്ചാറുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി സാധനമാണ്. നമസ്കാരം, നമ്മുടെ വീക്കെൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. വരിവരിയായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. ഇവരെങ്ങോട്ടോ വലിയ യാത്രയിലാന്ന് തോന്നുന്നു. എങ്ങോട്ടാണ്? അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഒരു ചങ്ങാതിയുണ്ട്. ഇതാണ്ട് നമ്മുടെ ഭോപ്പാലി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം മധ്യപ്രദേശിൽ നിന്ന് വന്ന നമ്മുടെ പുതിയ സുഹൃത്താണ്. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്ക്. എന്താ പേര്? വിൻസി വർഗീസ്. മലയാളമൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ ഈ വീക്കെൻഡ് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങും പിന്നെ ഒരു ചെറിയ പാചകങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് ഇന്നത്തെ വീക്കെൻഡ് അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ പുതിയ അതിഥിക്ക് യൂണിഫോം മേടിക്കാനായിട്ടുള്ള പരക്കം പാച്ചലിനാണ് ഞങ്ങൾ. ഞങ്ങളുടെ അടുത്തുള്ള കാരിഫോറിൽ വന്ന് സുലൈമാനിയ പ്ലാസയിൽ വന്ന് ഓരോ കടകൾ അങ്ങനെ കയറി ഞങ്ങൾ യൂണിഫോം തപ്പിയുള്ള യാത്രയാണ്. അപ്പം അടുത്ത കട കയറുകയാണ്. ആദ്യത്തെ കടയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം നമുക്ക് ചേരുന്ന സൈസൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ തപ്പി ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ അറബി അറിയാൻ വയ്യാത്ത നമ്മുടെ ചങ്ങാതി ഇവിടെ വന്ന് പണ്ട് പെട്ടത് ഉറുദുക്കാരുടെ അടുത്താണ്. അത് കേട്ടോണം ഇപ്പം ഹിന്ദി തകർക്കുന്നത്. പോരട്ടെ. കണ്ടോ? അപ്പം പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തംകുളത്തി പ്രകടനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉറുദു മാത്രം മതി. അപ്പം അറബി അറിയാൻ വയ്യാതെ ഇങ്ങനെ ബബ്ബ മാഫി മാലും ഒക്കെ പറഞ്ഞു നിന്നപ്പോഴും ഇവിടെ വന്നപ്പോഴത്തേന് ഹിന്ദിക്കാരുടെ പെരുന്നാളായി. पिंक के अलावा और कोई कलर में नहीं है क्या भैया? ഒറിജിനൽ ഹിന്ദി സ്ലാങ് എല്ലാവരും കേട്ടല്ലോ. നമ്മൾ മലയാളി നാട്ടിൽ ജനിച്ചു വളർന്നവരല്ല. ഇത് മഹാരാഷ്ട്രയിൽ ജനിച്ചു വളർന്ന നല്ല ഒറിജിനൽ അടിപൊളി ഹിന്ദിയാണ് നമ്മൾ കേട്ടത്. യൂണിഫോം തിരക്കി വന്നപ്പം നല്ല മണം. അങ്ങനെ വേണ്ട അത്തറ് കടയിലോട്ട് വന്ന് നല്ല അടിപൊളി 2 സ്പ്രേ അങ്ങ് മേടിച്ചു. എൻ്റെ പേരൊന്നും വായിക്കാൻ പോലും അറിയില്ല. എന്താ? വൈൽഡ് കോൾട്ട്. പിന്നെ ഇതോ ഫിദ. ഇതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. സംഗതിക്ക് 129 റിയാൽ 2 പീസ് ഓഫറിലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പൈസയൊക്കെ മേടിച്ചു. അങ്ങനെ യൂണിഫോം എങ്ങും ചെന്നിട്ട് കിട്ടുന്നില്ല ഞങ്ങളുടെ സൈസ്. അങ്ങനെ ഏതായാലും വേണ്ട അടിപൊളി ഒരു പെർഫ്യൂമൊക്കെ നമ്മൾ കാരിഫോറിൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ സുലൈമാനിയ പ്ലാസയുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ അലീനയൊക്കെ പറക്കുകയാണ് ഓരോന്നോരോന്ന്. നല്ല വിലയാണ്, പക്ഷെ നല്ല സ്മെല്ലുമാണ്. അങ്ങനെ കുറച്ച് സ്പ്രേ ഒക്കെ മേടിച്ച് കണ്ട് വീണ്ടും യൂണിഫോമിലേക്കാണ് ഇവിടെയും വിരൽ തൂമ്പുന്നത്. കാരണം കണ്ടോ, യൂണിഫോം തപ്പി അങ്ങനെ ഞങ്ങൾ ഓരോ കടകളിൽ പോയി വേറെ സാധനങ്ങൾ അങ്ങനെ മേടിച്ച് കൂട്ടുകയാണ്. അപ്പോൾ അടുത്ത കടയിൽ ചെന്നിട്ടുള്ള വിശേഷം കണ്ടോ. ഒരാൾ തളർന്നിരുന്നു, യൂണിഫോം തപ്പി ഒരാൾ തളർന്ന് അവിടെ ഇരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ മന്തിയാണ്. അപ്പം ഇവിടെ നിന്ന് വേണ്ട 1,200 ചിക്കന് 22-25 അതിൻ്റെ വില. അപ്പോൾ അതിലൊരു 2 പീസ് നമുക്ക് എടുക്കാം. അങ്ങനെ അത് 2 പീസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്.
ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് വിഭവം തയ്യാറാക്കുന്നത്. കറങ്ങി അടിച്ച് നടന്ന് കുറച്ചേറെ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി അങ്ങനെ അടുത്ത പരിപാടി നമ്മൾ പാചകത്തിന് വേണ്ടി പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ. അപ്പോൾ ഇനി അതിൻ്റെ കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും കാണാം. പാചകം യൂണിഫോം തപ്പിതാ പോയിട്ട് അവസാനം ഏതായാലും യൂണിഫോം കറക്റ്റ് നല്ല അടിപൊളി യൂണിഫോം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? എങ്ങനെയുണ്ട് ക്വാളിറ്റി? അപ്പം പുതിയതായിട്ട് നമ്മുടെ സൗദി അറേബ്യയിലെ മിനിസ്ട്രി ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ യൂണിഫോം നേരത്തെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ? പക്ഷേ ഇപ്പം മിനിസ്ട്രി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉണ്ടോ, യൂണിഫോം ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ല ഇവിടെ വന്നിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങാനായിട്ട് തലേദിവസം ഇതുപോലെ കടകൾ തപ്പി ഒന്ന് പോകേണ്ട ഗതികേട് വരും. അപ്പം നേഴ്സസൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വരുന്നവരെ. അപ്പം അതേ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ചിക്കനും ഒക്കെ വാങ്ങി വന്നു. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താ പറയുക? ചിക്കൻ മന്തി. അപ്പൊ ഇന്ന് ചിക്കൻ മതി എന്നും പറഞ്ഞ് നിർബന്ധമാണ്. അപ്പം നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാനാണ്. ഇത് കണ്ടോ, നമ്മൾ ഏകദേശം 1.5 കിലോയുള്ള അരി എടുത്തിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ബസ്മതി റൈസ്. പിന്നെ ചിക്കൻ 2 എണ്ണം ഉണ്ട്. അതായത് ഏകദേശം 2 കിലോ ഉള്ള 1 കിലോ ഉള്ള 2 ചിക്കൻ. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടി നമ്മുടെ മാഗി കണ്ടോ, ചിക്കൻ സ്റ്റോക്കുകൾ വേണം. പിന്നെ എന്താ ഒന്ന് പറഞ്ഞേ പഠിപ്പിക്കുകയാണ്. ഇതൊരു ക്ലാസ്. ഏലക്ക, കുരുമുളക്, പിന്നെ നമ്മുടെ കറുവാപ്പട്ടയും മിക്സ് എല്ലാം കൂടെ ഉണ്ട്. പിന്നെ പച്ചമുളക്, മെയിനായിട്ട് പച്ചമുളക് വേണം. ചാർക്കോൾ ലാസ്റ്റിൽ നമുക്ക് കത്തിച്ച് വെക്കണം, കാരണം മന്തിയാണ്, മന്തിയുടെ ടേസ്റ്റ് വരും. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് തന്നെ മേടിച്ച അറബിക്ക് കപ്സയുടെ പൊടി, അതുപോലെ തന്നെ ജീരകം ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അറബി നമ്മുടെ ചിക്കൻ മന്തിക്ക് ജീരകം വളരെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ നമുക്ക് പോകാം. അപ്പൊ ചിക്കൻ ഇനിയും കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികളാണ്. നമുക്ക് പെട്ടെന്ന് വിശന്നിട്ട് പോയി, കാരണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നും കഴിക്കാനൊന്നും പോയില്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് വേണം ഇന്ന് കഴിക്കാൻ. അപ്പൊ ഇന്നത്തെ വീക്കെൻഡ് നമ്മൾ നമ്മുടെ സ്വന്തം പാചകത്തിലുള്ള പരിപാടികളാണ്. അപ്പൊ നമ്മൾ വേണ്ട ചിക്കൻ ആദ്യം ഒന്ന് സെറ്റ് ആക്കണം. കാലൊക്കെ കണ്ടോ, എനിക്ക് ഓടിപ്പോകാതിരിക്കാനായിട്ട് കെട്ടിയാണ് അവരെ സൗദി അറേബ്യയിൽ നമുക്ക് ചിക്കനൊക്കെ കിട്ടുന്നത്. എനിക്ക് വയ്യ, മെത്തേലാണ് കിടത്തിയേക്കുന്നത്. കൊള്ളാം. അപ്പം നാട്ടിലുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലേ, ബെഡേലൊക്കെ കിടത്തിയാണ് നമ്മുടെ സൗദി അറേബ്യയിൽ നമുക്ക് ചിക്കന് തരുന്നത്. അതേ പറഞ്ഞാൽ നമ്മുടെ മന്തിക്ക് ഇതിൻ്റെ തൊലിയോട് കൂടിയാണ് നമ്മൾ വാങ്ങാൻ കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ തൊലി അങ്ങ് കളയുകയാണ്. ഇച്ചിരി ടേസ്റ്റ് പോകുമെന്നേ ഉള്ളൂ. അപ്പം തൊലി കളഞ്ഞാണ് നമ്മൾ ഈ ചിക്കൻ ഇടുന്നത്. ഇനി പെട്ടെന്ന് ഇത് നമുക്ക് പീസാക്കിയിട്ട് വേണം അടുത്ത പരിപാടികൾ ചെയ്യാനായിട്ട്. എന്താണ്ട് കണ്ടോ, സൗദി അറേബ്യയിലും നമ്മുടെ നാട്ടിലെ പോലെ കരണ്ട് കട്ടുണ്ടോ? ഏതായാലും കരണ്ട് പോയി. നമ്മൾ അങ്ങനെ കപ്സ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പൊ മെഴുകുതിരിയൊക്കെ അല്പം സ്റ്റോക്ക് ഉണ്ട്. കാരണം ഈയിടയിലായിട്ട് കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ കരണ്ട് വന്നു. നമ്മൾ വീണ്ടും വെളിച്ചത്തിലായി. ബാക്കി നമ്മള് നല്ലപോലെ കാണാം. അപ്പൊ എന്തായാലും നമ്മള് ചിക്കനൊക്കെ പീസാക്കി ഇനി കഴുകുന്ന പണിയിലാണ് നമ്മുടെ പുതിയ അതിഥിക്കാണ് കൊടുക്കുന്നത്. കണ്ടോ, കഴുകിയെല്ലാം ക്ലീൻ ആക്കി നമുക്ക് തരും. അതുപോലെ തന്നെ ഇനി പാചകമൊക്കെ അവിടെയാണ്. കണ്ടോ, അത് അവിടെയാണ് നമ്മുടെ റൈസൊക്കെ ഉണ്ടാക്കുന്നത്. മിനിമോളാണ്. അതുപോലെ തന്നെ നിഷയാണ് ഇന്നത്തെ കപ്സയുടെ ചേരുവകളൊക്കെ ചേർക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്ന് ഓരോ ടാസ്കുകളാണ്. അപ്പൊ ആ പരിപാടിയിലേക്ക് നമുക്കങ്ങ് കടക്കാം. അപ്പൊ എന്താണ് നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. അലീന തുടങ്ങിക്കോ, പെട്ടെന്ന് ആയിക്കോട്ടെ, നല്ല വിശപ്പാണ്. അപ്പൊ അലീന ആദ്യം ഇടുന്നതുണ്ടോ, മാഗിയുടെ നമ്മുടെ ചിക്കൻ സ്റ്റോക്കിന്റെ 4 കട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിനകത്ത്. അല്ലെന്നുണ്ട് എവിടെയെങ്കിലും കൂടിക്കിടന്നു കഴിഞ്ഞാൽ നല്ല ഉപ്പായിരിക്കും. അതുപോലെ തന്നെ ഇതാ നമ്മുടെ കപ്സപ്പൊടി കണ്ടോ, നമ്മുടെ മന്തി പൊടി അല്ലെ കപ്സപ്പൊടി, അതും നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമുക്ക് 2 കിലോയോളം ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി മുന്നിലായിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ അറബിക് ഡിഷിനെല്ലാം തന്നെ ജീരകപ്പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടോ, നമ്മൾ ജീരകപ്പൊടി ഇതിൽ ഒരു 4 സ്പൂൺ ജീരകപ്പൊടിയാണ് ഇടുന്നത്. ഇത് കണ്ടോ. അപ്പം ഉപ്പ് നമ്മൾ ഇച്ചിരി കഴിഞ്ഞിട്ട് വേണം, നോക്കിയാൽ മതി. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ അലീനയുടെ ടാസ്ക് ആണല്ലോ, ഇത് മിക്സ് ചെയ്ത് തരിക എന്നുള്ളതാണ് അലീനയുടെ ടാസ്ക്. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇത് ഈ മാഗിയുടെ കട്ട ഇട്ടുകൊണ്ട് തന്നെ ഇത് ഒന്ന് ഉപ്പ് നോക്കിയതിന് ശേഷമേ നമ്മൾ പിന്നീട്
സാധാരണ ഉപ്പ് ചേർക്കാവും, അല്ലെങ്കിൽ ഉപ്പ് മുന്നിലായി പോവും. ഉടനെ നമ്മുടെ ഇനി റൈസ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിയുടെ കുറച്ച് കാഴ്ചകൾ നമുക്കങ്ങനെ പ്രകാരം കാണാം. അപ്പോൾ നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ അല്പം കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഒരല്പം ഉപ്പ് കൂടെ ഇടുകയാണ്. ഇനി നമുക്ക് ഇത് പാചകം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ സ്റ്റൈൽ ആകാനായിട്ട് ഒരു ശകലം മുളക് പൊടി കൂടെ ഒന്ന് വിതറുന്നുണ്ട്. പക്ഷേ കാശ്മീരി ആയതുകൊണ്ട് തന്നെ നല്ല റെഡ് കളർ വരും. എന്നാൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നതല്ല, പക്ഷേ നമ്മൾ ഒരല്പം മുളക് വേണമെന്ന് ഇവിടെ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് കൊണ്ട് മാത്രം ഒരല്പം മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് നമ്മൾ എന്നിട്ട് ഒരു 20 മിനിറ്റോളം അങ്ങനെയൊന്ന് വെക്കും, നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ആ സമയത്തിന് നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. 5, 6 ഗ്ലാസ് ഞാൻ പറയാം. 6 ഗ്ലാസ് അരിയായിരുന്നു എടുത്തത് നമ്മൾ. അപ്പം അതിൻ്റെ ഡബിൾ, അതായത് 12 ഗ്ലാസ് വെള്ളം. അപ്പം ഇപ്പം 6 ആയി, 7. ഓക്കെ, അപ്പം നമ്മൾ ആ അളന്ന വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നേരത്തിന് നമുക്ക് എണ്ണ ഒഴിച്ച് ഈ സംഭവങ്ങൾ നമുക്ക് വഴറ്റാം. ഏലക്കായും കറുവാപ്പട്ടയൊക്കെ. ഓക്കെ, തിളച്ചിട്ടുണ്ട്. നമ്മളത് മുമ്പേ നാരങ്ങയൊക്കെ നമ്മൾ വഴറ്റിയല്ലോ എണ്ണയ്ക്കകത്ത്, അതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കണം. കഴുകി ഈ അരി 6 ഗ്ലാസ് അരി എടുത്തത് നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചിരുന്നൊരു 15 മിനിറ്റ്. അതിനുശേഷം വെള്ളം വരാനായിട്ട് എടുത്ത് വെച്ചിരുന്നു, അതാണ് നമ്മളിടുന്നത്. ഓക്കെ, നമ്മൾ അരി ഇട്ടു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കണം. ഓക്കെ, നമ്മൾ ഉപ്പ് എപ്പോഴും അല്പം മുമ്പോട്ട് നിൽക്കണം, എങ്കിലേ ചോറിനകത്ത് അത് പിടിക്കുമ്പോൾ കറക്റ്റ് ആകുള്ളൂ. അപ്പം എന്താണ് നമ്മുടെ വലിയ ചീനച്ചട്ടിയൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഇനി നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് സെറ്റപ്പ് ആക്കുകയാണ്. അതിന് വേണ്ട ചൂടായ നമ്മുടെ നല്ലൊരു ഉരുളിയിലോട്ട് നമ്മൾ എണ്ണ ഇച്ചിരി മുന്നിലാണ് ഒഴിക്കുന്നത്. ഒത്തിരി എണ്ണ ആവുകയും ചെയ്തത്, കാരണം ഒത്തിരി എണ്ണയായ നമ്മുടെ ചോറെല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് വേഗം ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫ്രൈ അല്ല, ഒരു പകുതി ഫ്രൈ പോലെ ആ മന്തിയുടെ ആ ഒരു സ്റ്റൈലിന് വേണ്ടി നമ്മൾ ആ രീതിയിലാണ് ഇത് ആക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങൾ വേവിക്കാനുള്ള പരിപാടികളാണ് അടുത്തത്. അലീന അതിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ. അലീന ഇതൊക്കെ പഠിക്കുക, പാചകമൊക്കെ പഠിക്കുകയാണ് അലീന. അങ്ങനെ അറബിക് സ്റ്റൈലും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റൈലും ഒക്കെ എല്ലാ പാചകവും പഠിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ പാചകം ചെയ്യുമ്പോൾ ഒന്ന് അടുത്ത് നിർത്തുക. അറ്റ്ലീസ്റ്റ് എന്തൊക്കെ സാധനങ്ങളുടെ പേരെങ്കിലും ഒന്ന് പഠിപ്പിക്കുക. അല്ലാതെ നമ്മൾ വിദ്യാഭ്യാസം മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം ഭക്ഷണമില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ അവരെ ഒന്ന് പഠിപ്പിച്ചാൽ അവർ ജോലിയൊക്കെ കിട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ എന്നെ പോലെ അല്ലേ, ഞാനൊക്കെ ആദ്യം സിംഗിളായിട്ടൊക്കെ വിൽക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊരു ചെറിയൊരു പ്രാക്ടീസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ, നമ്മളോടൊപ്പം ചെറിയ രീതിയിലൊരു പാചകങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ അവരും നമ്മളെപ്പോലെ ഉഷാറായിരിക്കും. അപ്പം ഇതിനി നമുക്കിനി അടച്ചു വെച്ചാണ് നമ്മളിതിനെ ഒന്ന് സെറ്റപ്പ് ആക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ചോറ് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഈ സമയമാകുമ്പം തീ ഓഫ് ചെയ്യുക. ഇത് നമുക്ക് ചിക്കനോടായി കഴിയുമ്പോൾ മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങി അങ്ങനെ കണ്ടോ. അപ്പോൾ ഈ പരിവാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തതിന് ശേഷം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ ഒരു ചെറിയതായിട്ടൊന്ന് ഫ്രൈയും കൂടെ ആവും. എന്നിട്ടാണ് നമ്മളിങ്ങനെ മന്തിയിലോട്ട് ചേർത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുന്നിടം വരെ കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മൾ അടച്ചു തന്നെ വെക്കുന്നത്, കാരണം ഇത് വേഗം കൂടെ വേണമെങ്കിലാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ല സൂപ്പർ സാധനമാണ്. ഉണ്ടോ, നല്ല വെന്ത് ഉണ്ടോ. ഇതാണ് നമ്മുടെ മന്തിയുടെ ഒരു സ്റ്റൈലാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ
ചാർക്കോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ അവനെ ഒന്ന് കത്തിച്ചെടുക്കാനായിട്ടുള്ള സംവിധാനമാണ്. അപ്പം കത്തി നല്ല ഇതാകുമ്പോഴാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് നമുക്ക് ഒന്ന് നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ടൊന്ന് ആക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ റൈസ് കണ്ട നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് ഇടണം. ഒരു പകുതി ഇട്ടതിന് ശേഷം നമ്മൾ ഇവനെ ഒന്ന് ഇതുണ്ടോ നിലത്തി ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ മന്തിയുടെ പൗഡർ, നമ്മുടെ മന്തിയുടെ മസാല ഒരല്പം നമ്മൾ ഇതിൻ്റെ മേളിലൊന്ന് വിതറുന്നുണ്ട്. അപ്പോൾ അല്പം ഇതുണ്ടോ നമ്മുടെ റൈസിനും ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള റൈസും കൂടെ നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ മുളക്, നമ്മളെടുത്ത് വെച്ചിരുന്ന പച്ചമുളകിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോഴാണ് വരുന്നത്. ആ പച്ചമുളക് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് അപ്പോൾ നമ്മുടെ പച്ചമുളക് നമ്മൾ വെച്ചിരുന്ന പച്ചമുളക് കണ്ട് ഇതുപോലെ ഈ റൈസിനുള്ളിലോട്ടൊന്ന് തിരികെ ഒന്ന് വെക്കുക. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ മന്തിയുടെ കൂടി ഈ പച്ചമുളകും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു എരിവും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫുഡ് അങ്ങോട്ട് കഴിച്ചോളും. ഇതുണ്ടോ. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ചാർക്കോൾ കത്തിച്ചത് ഇതിൻ്റെ മേളിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാർക്കോൾ ഏകദേശമൊക്കെ കത്തി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇവനെ എടുത്ത് നമ്മളൊരു ചെറിയൊരു ബൗളിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഇതുണ്ടോ ഇവനെ നമ്മൾ പതുക്കെ കൈയൊന്നും പൊള്ളരുത്. വേണ്ട നമ്മുടെ റൈസിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒലിവ് ഓയിലാണ് നമുക്ക് വേണ്ടത്. അല്പം ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചെന്ന് ഉണ്ടോ അത് നല്ലപോലെ ഒന്ന് സീലൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. അപ്പോൾ ആ ഒലിവ് ഓയിലും ആ ഇതും കൂടെ കത്തി ആ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ റൈസിൽ കിട്ടും. ഇതാണ് മന്തി. ഇനി നമ്മൾ ഇതിനെ ചെറിയ തീയിൽ നമ്മളൊരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം വിളമ്പി കഴിക്കുക. ഇതാണ് നമ്മുടെ അറേബ്യൻ സ്റ്റൈല് മന്തിയാണ് നമ്മളീ ഉണ്ടാക്കിയത്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മുടെതാ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഇതുണ്ട്. ഇവനെ നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉണ്ടോ ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടോ മന്തി റെഡിയാണ്. ഉണ്ടോ ആ കളറൊക്കെ കയറി വരുന്നതുണ്ടോ. നമ്മൾ ഇതിനകത്ത് വേറെ കളറൊന്നും ചേർക്കണ്ട. നമ്മുടെ ആ ഇട്ട മന്തി മസാലയുടെ ഇതുകൊണ്ട് തന്നെ ഇത് കണ്ടോ നല്ല വെടിക്കെട്ട് സാധനം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിവനെ ഒന്ന് കഴിച്ച് നോക്കാം. ഉണ്ടോ ഒത്തിരി അങ്ങ് റെഡ് കളറിലുള്ള റൈസ് ഒന്നുമല്ല. ഇതാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ഈ അറേബ്യൻ സ്റ്റൈലിൽ ഇത്രയും കളറൊക്കെ ഉള്ളൂ നമുക്ക്. അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പം നല്ല റെഡ് കളറിലാണ്. പക്ഷേ നമ്മളിവിടെ സൗദി അറേബ്യയിൽ നമ്മൾ മന്തി വാങ്ങിയാൽ ഈ ഒരു കളറിലാണ് നമുക്ക് മന്തി കിട്ടുന്നത്. ഇനി നമ്മളിത് നേരെ വിളമ്പി കഴിക്കുക. ഇത്തരം പരിപാടികളേ ഉള്ളൂ. അപ്പം ഈ സ്പെഷ്യൽ സോസാണ് ടൊമാറ്റോ സോസ്. നമ്മുടെ കപ്സയുടെ സ്പെഷ്യലായിട്ടുള്ള സാധനം അത് തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ വേണ്ട സ്പെഷ്യൽ അതിനിടയ്ക്ക് ഇട്ട നല്ല ഈന്തപ്പഴം അച്ചാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കിയ ജാതിക്ക അച്ചാറ്. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ കപ്സയാണ്. കണ്ടില്ലേ അടിപൊളി. വേണ്ട എല്ലാവരും കൂടെ ഞങ്ങൾ അങ്ങനെ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി സാധനമാണ്. അപ്പം സൗദി അറേബ്യയുടെ ദേശീയ ഭക്ഷണം ആദ്യമായിട്ട് കഴിക്കുക അല്ലേ? അപ്പം ചിക്കൻ മന്തിയാണ് നമ്മളിവിടെ കഴിക്കുന്നത്. ഉണ്ടോ സെറ്റപ്പ് സാധനമാണ്. അപ്പം വെറും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. പെട്ടെന്ന് തന്നെ കണ്ടോ. അപ്പം ബാക്കി അടുത്ത പുതിയ പാചക കളരിയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.